Next step is ammonification. When plants or animals die, the nitrogen present in the organic matter is released back into the soil. അപ്പം ഇങ്ങനെ നൈട്രജൻ ആനിമൽ പ്രോട്ടീൻസ് ആയിട്ടും പ്ലാന്റ് പ്രോട്ടീൻസ് ആയിട്ടും നൈട്രജൻ ഇൻകോർപ്പറേറ്റഡ് ആയി. അപ്പം ഈ പ്ലാന്റ്സും ആനിമൽസും മരിക്കുമ്പോൾ the nitrogen present in the organic matter is released back into the soil. അല്ലേ? അപ്പം മരിച്ചു കഴിയുമ്പോൾ അത് മണ്ണിൽ ചേരും, മണ്ണിലോട്ട് നൈട്രജൻ എത്തും. The decomposers, namely bacteria or fungi present in the soil, convert the organic matter back into ammonium. അപ്പം ഇങ്ങനെ ഓർഗാനിക് നൈട്രജൻ, അതായത് എന്തായിരുന്നു, പ്രോട്ടീൻ ആയിട്ടും ക്ലോറോഫിൽ ആയിട്ടും അതും അല്ലെങ്കിൽ DNA ആയിട്ടും ഒക്കെ ഇരിക്കുന്ന അമോണിയയെ ബാക്ടീരിയയും ഫംഗിയും will convert it back into ammonium. Examples of ammonifying bacteria include Bacillus vulgaris and Bacillus ramosus. അപ്പം ഇങ്ങനെ പറയുന്ന രണ്ട് ബാക്ടീരിയ will convert the organic nitrogen into ammonium. And this process is called ammonification. The process of decomposition produces ammonia, which is further used for other biological processes. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന അമോണിയ വീണ്ടും എന്താ സംഭവിക്കുക, പ്ലാന്റ്സ് ടേക്കപ്പ് ചെയ്യുകയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബയോളജിക്കൽ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുകയോ എന്നിട്ട് ഈ നൈട്രജൻ സൈക്കിളിലേക്ക് തിരിച്ചു വരികയാണ് സാധാരണ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നൈട്രജൻ ഫിക്സേഷൻ കണ്ടു, രണ്ടാമത്തെ സ്റ്റെപ്പ് നൈട്രിഫിക്കേഷൻ കണ്ടു, മൂന്നാമത്തെ സ്റ്റെപ്പ് അസിമിലേഷൻ കണ്ടു, നാലാമത്തെ സ്റ്റെപ്പാണ് അമോണിഫിക്കേഷൻ. ഇനി നമുക്ക് അഞ്ചാമത്തെ സ്റ്റെപ്പിലോട്ട് പോകാം, ഡീനൈട്രിഫിക്കേഷൻ. ദിസ് ഇസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് nitrogen cycle. It is a process in which the nitrogen compounds make its way back into the atmosphere. അപ്പോൾ ഡീനൈട്രിഫിക്കേഷൻ എന്ന പ്രോസസ്സ് വഴി എന്ത് സംഭവിക്കും, നൈട്രജൻ കോമ്പൗണ്ട്സ് മേക്ക് ഇറ്റ്സ് വേ ബാക്ക് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ നൈട്രജൻ കോമ്പൗണ്ട്സ് ഉണ്ടായിട്ടുണ്ട്, അത് ഓർഗാനിക് ആയിരുന്നു, അതിനെ സോയിലിൽ വെച്ച് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന അമോണിയ അല്ലെങ്കിൽ ബാക്കി വരുന്ന നൈട്രേറ്റ് എല്ലാം തന്നെ ഗേഷ്യസ് നൈട്രജൻ ആയിട്ട് നമുക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ കൺവേർഷൻ ഓഫ് നൈട്രേറ്റ് അയോൺസ് ഇൻ ടു ഗേഷ്യസ് നൈട്രജൻ, ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഡീനൈട്രിഫിക്കേഷൻ. takes place in the absence of oxygen in deep layers of soil. ഈ പ്രോസസ്സ് നടക്കുന്നത് in deep layers of soil ആണ്. Why is that? Because denitrification requires the absence of oxygen. ഓക്സിജൻ ഇല്ലാത്തൊരവസ്ഥയിൽ മാത്രമേ നമുക്ക് ഡീനൈട്രിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഡീപ്പ് ലെയേഴ്സ് ഓഫ് ദ സോയിൽ. അപ്പോൾ വാട്ട് ഇസ് ഡീനൈട്രിഫിക്കേഷൻ? ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ഇൻ ടു gaseous nitrogen, which takes place in deep layers of soil in the absence of oxygen, is called denitrification. And this process is anaerobic. It takes place in the absence of oxygen and hence it is called anaerobic process. It is carried out by the denitrifying bacterial species Clostridium and Pseudomonas. അപ്പോൾ ഡീനൈട്രിഫിക്കേഷൻ നടത്തുന്ന ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയവും സ്യൂഡോമോണാസും. അപ്പം നമുക്ക് ഓരോ സ്റ്റെപ്പിലും ബാക്ടീരിയൽ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. നൈട്രജൻ ഫിക്സേഷൻ ഒരു ബാക്ടീരിയ വേണം, പിന്നെ നമ്മുടെ നൈട്രിഫൈയിങ് ബാക്ടീരിയ വേണം, അമോണിഫൈയിങ് ബാക്ടീരിയ വേണം, ഇപ്പം ഡീനൈട്രിഫൈയിങ് ബാക്ടീരിയയും വേണം. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ ഫൈനൽ സ്റ്റേറ്റ് ഡീനൈട്രിഫിക്കേഷൻ വേർ ദ നൈട്രജൻ കോമ്പൗണ്ട്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു gaseous nitrogen in deep layers of the soil with the help of denitrifying bacteria. അപ്പം ഈ 5 സ്റ്റെപ്പും കൂടി കംപ്ലീറ്റ് ആകുമ്പോഴാണ് നൈട്രജൻ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു സ്റ്റെപ്പാണ് അനമോക്സ്. വാട്ട് ഈസ് അനാമോക്സ്? അനേറോബിക് അമോണിയം ഓക്സിഡേഷൻ, ദാറ്റ് ഈസ് കോൾഡ് അനാമോക്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 1999 കണ്ടുപിടിച്ചതാണ്. ഇങ്ങനെ ഒരു പ്രോസസ്സും കൂടി നമ്മുടെ നൈട്രജൻ സൈക്കിളിൽ ഇൻവോൾവ് ആണ് എന്നുള്ളത് കണ്ടുപിടിച്ചത് 1999 ഓക്കെ, അപ്പോൾ റീസെൻ്റ്ലി കണ്ടുപിടിച്ച ഒരു പ്രോസസ്സാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. What is this process? Nitrite and ammonium ions are converted directly into diatomic nitrogen and water.
ഇതിനെയാണ് അന്നമോക്സ് എന്ന് പറയുന്നത്. നൈട്രൈറ്റ് ആൻഡ് അമോണിയം അയോൺസ് ആർ കൺവേർട്ടഡ് ഡയറക്ട്ലി ഇൻ ടു ഡൈഅറ്റോമിക് നൈട്രജൻ ആൻഡ് വാട്ടർ. ഇപ്പം നൈട്രൈറ്റ് അല്ലെങ്കിൽ അമോണിയനെ ആദ്യം നൈട്രൈറ്റ് ഒന്നും ആക്കണ്ട, ഡയറക്ട്ലി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അനേറോബിക് അമോണിയം ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. Okay, and this process can be represented as NH4 plus NO2 minus giving N2 plus 2H2O. Ammonia plus nitrite gives nitrogen plus 2H2O. What is the difference between denitrification and NMOX? അപ്പം അത് അറിയണമെങ്കിൽ നേരത്തെ സ്ലൈഡിലേക്ക് നമുക്കൊന്ന് പോകണം. ഇതാണ് നമ്മുടെ ഡീനൈട്രിഫിക്കേഷൻ, നൈട്രിഫിക്കേഷൻ. ഈ നൈട്രിഫിക്കേഷൻ്റെ റിവേഴ്സ് ആയിരിക്കില്ലേ നമ്മുടെ ഡീനൈട്രിഫിക്കേഷൻ. അപ്പം NO2 ഓക്സിജൻ്റെ ആബ്സെൻസിൽ NH4 ആക്കുന്ന പ്രോസസ്സാണ് ഡീനൈട്രിഫിക്കേഷൻ. അപ്പോൾ അന്നമോക്സിൻ്റെ പ്രത്യേകത എന്താ? അമോണിയയും നൈട്രൈറ്റും കൂടെ കമ്പൈൻ ചെയ്ത് നൈട്രജൻ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് അന്നമോക്സ്. Globally, this process may be responsible for 30 to 50% of the nitrogen gas produced in the oceans. ഇത് ആക്ച്വലി നടക്കുന്നത് ഓഷ്യൻസിലാണ്. അനേറോബിക് അമോണിയം ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ ഡീപ്പ് ലെയേഴ്സ് ഓഫ് സോയിൽ തന്നെ വേണം, അല്ലേ? ഒട്ടും ഓക്സിജൻ ഇല്ലാത്ത ഒരവസ്ഥയിലേ ഇത് നടക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഓഷ്യൻസിലാണ് കൂടുതൽ നടക്കുന്നത്. കാര്യം ഓഷ്യൻസിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ അല്ലേ ഉള്ളൂ, ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജൻ ഇല്ല. അപ്പോൾ ഈ ഡീപ്പ് ലെയേഴ്സിലേക്ക് പോകുമ്പോൾ അവിടെ തീരെ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് ഇത് നടക്കുന്നത് ഓഷ്യൻസിലാണ്. ആൻഡ് 30 to 50% ഓഫ് നൈട്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ഇൻ ദ ഓഷ്യൻസ് ഈസ് ബൈ അന്നമോക്സ്, അനേറോബിക് അമോണിയ ഓക്സിഡേഷൻ. ഓക്കെ, അപ്പം ഇത് ഈ പ്രോസസ്സുകളെല്ലാം തന്നെ കമ്പൈൻ ചെയ്തിട്ടാണ് നൈട്രജൻ സൈക്കിൾ നമ്മൾ പറയുന്നത്. ഈ നൈട്രജൻ സൈക്കിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ഡ്രോ എ ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് വരച്ചിട്ടില്ലെങ്കിൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല, ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പോൾ ഇതാണ് നൈട്രജൻ സൈക്കിളിൻ്റെ ഫ്ലോ ചാർട്ട്. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് നൈട്രജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പം നൈട്രജൻ ഫിക്സേഷൻ വഴി അത് ഗ്രീൻ പ്ലാന്റ്സിൻ്റെ പ്രോട്ടോപ്ലാസത്തിലേക്ക് എത്തുന്നു. ഓക്കെ, ഈ നൈട്രജൻ ഫിക്സേഷൻ വഴി അല്ലാതെ പിന്നെ എങ്ങനെയാണ്? നൈട്രിഫിക്കേഷൻ വഴിയും ഇത് എത്താറുണ്ട്. അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഡയറക്ട്ലി നൈട്രിഫൈ ചെയ്യാറുണ്ട്. അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷൻ വഴി പ്രോട്ടോപ്ലാസത്തിലെത്തുന്നു. അത് അവിടെ നിന്ന് അമോണിഫിക്കേഷൻ വഴി അമോണിയ ആയിട്ട് മാറുന്നു. ഈ അമോണിയ ആനിമൽസിൻ്റെ പ്രോട്ടോപ്ലാസത്തിൽ നിന്നും എത്തുന്നുണ്ട്. എങ്ങനെയാണിത്? ഈ പറയുന്ന ഗ്രീൻ പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്ത് ആനിമൽസിൻ്റെ പ്രോട്ടോപ്ലാസത്തിൽ എത്തുന്നു. ആനിമൽ മെറ്റബോളിസം വഴി അമോണിയ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള അമോണിയ ഉണ്ട്, അമോണിഫിക്കേഷൻ വഴി ഉണ്ടാകുന്ന അമോണിയ ഉണ്ട്. അപ്പം ഈ 2 തരം അമോണിയയും നൈട്രൈറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം ബൈ നൈട്രിഫൈയിങ് ബാക്ടീരിയ. ആൻഡ് അതേ ബാക്ടീരിയ തന്നെ ഇതിനെ നൈട്രേറ്റ്സ് ആയിട്ടും കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന നൈട്രേറ്റ്സ് വീണ്ടും പ്ലാന്റ്സ് അബ്സോർബ് ചെയ്ത് പ്രോട്ടോപ്ലാസത്തിലെത്തുന്നു. DNA ആയിട്ടും ക്ലോറോഫിലായിട്ടും ഒക്കെ മാറുന്നു. അത് സൈക്കിള് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ നൈട്രജൻ ഫിക്സേഷൻ വഴിയുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതല്ലാതെ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നൈട്രിഫിക്കേഷൻ വഴി അറ്റ്മോസ്ഫിയറിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫിക്സേഷൻ വഴിയും ഫിക്സ് ചെയ്യുന്നുണ്ട്. അത് നൈട്രിഫിക്കേഷൻ വീണ്ടും നടക്കുകയാണ്, നൈട്രേറ്റ്സ് തന്നെ ഉണ്ടാവുന്നു. നൈട്രേറ്റ്സ് വീണ്ടും ഈ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അതല്ലെങ്കിൽ അതിനെ ഡീനൈട്രിഫൈ ചെയ്യാം, അല്ലേ? നമ്മൾ കണ്ടല്ലോ ലാസ്റ്റ് സ്റ്റെപ്പ് ഡീനൈട്രിഫിക്കേഷൻ ആണ്. ഈ ഡീനൈട്രിഫിക്കേഷൻ വഴി വീണ്ടും നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഹോൾ പ്രോസസ് ഓഫ് നൈട്രജൻ സൈക്കിൾ. ഇതിനകത്ത് അന്നമോക്സ് ഇല്ല. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ടെക്സ്റ്റുകളും എഴുതിയിരിക്കുന്നത് 1990s ഇത് ഈ അന്നമോക്സ് എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ എപ്പോഴാണ്? 1999 കണ്ടുപിടിച്ചത് അപ്പോഴാണ്. പിന്നീട് അത് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഇൻകോർപ്പറേറ്റഡ് ആയിട്ട് വന്നപ്പോഴത്തേനും 2010 ഒക്കെ ആയിട്ടുണ്ട്. പിന്നെയും അത് കഴിഞ്ഞ് നമുക്കൊരു 10 years ഇപ്പോഴും ആയിട്ടുള്ളൂ. എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും
ഈ പുതിയ സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് അനമോക്സ് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നൈട്രജൻ സൈക്കിൾസ് കാണാറില്ല. അപ്പോൾ അവിടെ ആക്ച്വലി ഇവിടെ ഒരു സ്റ്റെപ്പും കൂടി ഇങ്ങനെ ഉണ്ടായാൽ മതി. അമോണിയയും നൈട്രൈറ്റും കൂടെ കമ്പൈൻ ചെയ്ത് അമോണിയ നൈട്രേറ്റ് ആയി മാറുകയല്ല, അമോണിയ നൈട്രേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് അറ്റ്മോസ്ഫിയറിക് നൈട്രജനും കൂടെ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റെപ്പും കൂടെ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ദിസ് ഇസ് ദ ഫ്ലോ ഡയഗ്രാം ഓഫ് നൈട്രജൻ സൈക്കിൾ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നൈട്രജൻ സൈക്കിളിൽ പറയാനുള്ളത്. ഇതിനെ കൂടാതെ നമുക്ക് 2-3 പോയിന്റ്സും കൂടി ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. നൈട്രജൻ ഈസ് ഓൾസോ സൈക്കിൾഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് ആൻഡ് ദ യൂസ് ഓഫ് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? ബയോളജിക്കൽ നൈട്രജൻ സൈക്കിൾ മാത്രമേ ഉള്ളൂ. ഇത് കൂടാതെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് വഴി കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോഴും നൈട്രസ് ഓക്സൈഡും നൈട്രിക് ഓക്സൈഡും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ഹ്യൂമൻസ് ഫിക്സ് ചെയ്യുന്ന നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നൈട്രജൻ സൈക്കിളിൽ ഭാഗമാകുന്നുണ്ട്. These processes increase the level of nitrogen containing compounds in the atmosphere. The fertilizers containing nitrogen are washed away in lakes and rivers and result in eutrophication. അപ്പോൾ man-made activities വഴി നൈട്രജൻ സൈക്കിളിൽ ഡിസ്റപ്ഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇതുപോലത്തെ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിന്റെ ലെവൽസ് അറ്റ്മോസ്ഫിയറിൽ കൂടുന്നു. അതുവഴി ഗ്രീൻ ഹൗസ് ഇഫക്റ്റും ഗ്യാസസിന്റെ പ്രസൻസ് കൊണ്ടാണല്ലോ ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാകുന്നത്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കൂടുന്നു, ഓസോൺ ഹോൾ ഉണ്ടാവുന്നു, അങ്ങനത്തെ പ്രോസസ്സുകൾ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ ബയോസ്ഫിയറിൽ ഉണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നമാണ് യൂട്രോഫിക്കേഷൻ. നിങ്ങൾ എൻവയോൺമെന്റൽ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഫെർട്ടിലൈസേഴ്സ് ഇങ്ങനെ മാൻമെയ്ഡ് ഫെർട്ടിലൈസേഴ്സ് എക്സസ് ആയിട്ട് വരുമ്പം അത് ദേ ആർ വാഷ്ഡ് അവേ ടു ലേക്സ് ആൻഡ് റിവേഴ്സ്. എന്നിട്ട് അതിൽ ആൽഗൽ ബ്ലൂം ഉണ്ടാകും. അപ്പോൾ എന്താ പറ്റുക? ആ ലേക്സ് ആൻഡ് റിവേഴ്സിലുള്ള ബാക്കി ഓർഗാനിസത്തിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരും. അങ്ങനെ വരുമ്പോൾ അതിലുള്ള ഓർഗാനിസംസ് ചത്തൊടുങ്ങും. അപ്പം ഇതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സസീവ് ഗ്രോത്ത് ഉണ്ടാവുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിട്ട് ഡിസ്റപ്ഷൻ ഉണ്ടാവുന്നതാണ് യൂട്രോഫിക്കേഷൻ. അപ്പം ദിസ് ഇസ് നൈട്രജൻ സൈക്കിൾ.